നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് മീൻ പീരയുടെ ടേസ്റ്റിൽ വഴുതനങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ചോറിനാൻ. ഇതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് വഴുതനങ്ങയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കുടംപുളി 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പിനായിട്ട് 5 ടേബിൾ സ്പൂൺ തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. വഴുതനങ്ങയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ ചെറുതാവേണ്ട, അതങ്ങ് അലുത്ത് പോവേ. പച്ചമുളക് കീറിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കറിവേപ്പിലയൊക്കെ കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. പിന്നെ അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഈ പുളി ഒന്ന് 2-3 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് ആ പുളിയും ആ വെള്ളവും കൂടി ഒഴിക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അല്പം വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. മൊത്തത്തിലൊരു 1-1.5 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടുപ്പയിലേക്ക് വെക്കാം. ഇതിനധികം വേവൊന്നും ഇല്ല കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതിയാകും. വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങയൊക്കെ വെന്ത് അരപ്പൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരുവേ. ഈ സമയത്ത് നമുക്കിതൊന്ന് ഇതിലേക്ക് ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇടാം. ഇല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാവേ. ഞാനൊരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2 തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പുളി കൂടുതലാണെങ്കിൽ ഈ പുളി കഷ്ണങ്ങളൊക്കെ ഒന്ന് പെരക്കി കളയണേ. നമുക്കിനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുഴച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ബാക്കിയുള്ള വെള്ളമൊക്കെ ഈ പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് അങ്ങ് വറ്റിക്കോളുവേ. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്